അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിൽ ആത്മാവ് തരുന്ന ആലോചന കൈമാറുന്നു. എബ്രായരുടെ ലേഖനം 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ തിരുവചനം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ ആകുന്നു. ഞാൻ NIV മലയാളത്തിൽ വായിക്കാം. തന്മൂലം യേശു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം ചെയ്യുവാൻ അവിടുന്ന് സദാ ജീവിക്കുന്നു. അതിനാൽ അവരെ സമ്പൂർണമായി രക്ഷിപ്പാൻ അവിടുന്ന് പ്രാപ്തൻ ആകുന്നു. വായിച്ചത് എങ്ങനെയാണ്? അതുകൊണ്ട് താൻ മുഖാന്തരം യേശു ക്രിസ്തു, താൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ മീഡിയേറ്ററായി മധ്യസ്ഥ വഹിക്കുന്നവനായി സദാ ജീവിക്കുന്നവനാകിയാൽ ആര് യേശു ക്രിസ്തു മുഖാന്തരം പിതാവിന്റെ സന്നദ്ധിയിൽ വരുന്നു അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ, രക്ഷിക്കാന്നല്ല പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. God is able. ദൈവം പ്രാപ്തനാകുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം പ്രിയരെ പരിമിതികളുള്ള ലിമിറ്റേഷൻസ് ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വേറൊരു രീതിയിൽ നോക്കിയാൽ എല്ലാ ടെക്നോളജികളും വളർന്ന് അതിന്റെ ഉച്ചസ്ഥായിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലുമാണ് നമ്മൾ നിൽക്കുന്നത്. ടെക്നോളജികൾ ഉണ്ടോ? ഉണ്ട്. നല്ലതാണോ? നല്ല. എല്ലാം നല്ലതിന് നമുക്ക് ഉപയോഗിക്കാം. വളരെ ലോകം ഫാസ്റ്റാണ്. കാര്യങ്ങൾ നമ്മൾ പണ്ടത്തെ പോലെ അത്ര കുഴയേണ്ട കാര്യങ്ങളില്ല. എല്ലാം സ്പീഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. മേ ബി ഒരു 5 വർഷം കൂടെ ഒക്കെ കഴിയുമ്പോൾ ലോകം അതിന്റെ അസാധാരണമായ വളർച്ചയിലേക്ക് ലോക ടെക്നോളജികൾ വളരും. പക്ഷെ അപ്പോഴും ഈ ലോകത്തിൽ ഫേസ് ചെയ്യുന്നതാണ് പലതും പരിമിതിയാണ്, ലിമിറ്റേഷൻ അല്ലേ? നമ്മൾക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ യുദ്ധം ഏതെങ്കിലും ഒരു രാജ്യം ഇടഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ ചായക്കട വരെ പൂട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ അവസ്ഥകൾക്ക് ചേഞ്ച് ആക്കാൻ പറ്റുന്ന രീതിയിൽ ലോകത്തിൽ ഇന്നും പരിമിതികളുണ്ട്. ടെക്നോളജികൾ ഭയങ്കരമാണ്. പക്ഷേ ചില വിഷയത്തിന്റെ അകത്ത് പരിഹാരങ്ങൾ ഇന്നും പറ്റിയിട്ടില്ല. ആരെങ്കിലൊക്കെ ഒന്ന് ഇടഞ്ഞാൽ മതി ലോകം മുഴുവൻ സിസ്റ്റത്തെ വരുവാൻ തിരിച്ചു മാറ്റാൻ പറ്റുന്ന രോഗം വിരൽത്തുമ്പിലാണ്. ശരിയാണ്. അപ്പോൾ തന്നെ ഇതെല്ലാം സ്റ്റക്കാകാനും നിമിഷ നേരം മതി. അപ്പൊ പരിമിതികളുള്ള ലിമിറ്റേഷനുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. ജനം പറയും പ്രത്യേക സാഹചര്യത്തിൽ ഇത് പറ്റത്തില്ല, ഇമ്പോസിബിൾ ആണ്, ഒരു വഴിയും കാണുന്നില്ല, ആർക്കും അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ ഈ മനുഷ്യൻ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ, പരിഹാരം കണ്ടെത്താൻ മാക്സിമം പരിശോധിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴും ഓരോ രാജ്യവും നമ്മൾ മനസ്സിലാക്കണം, ഓരോ രാജ്യവും കോടിക്കണക്കിന് രൂപകളാണ്, മില്യൺസ് ആണ് പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി സയന്റിസ്റ്റുകൾക്ക് കൊടുക്കുന്നത്. കണ്ടുപിടിച്ചുകൊണ്ട് ഈ പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം? ഇനിയും ഇലക്ട്രിക്കലും ഗ്യാസും പെട്രോളും ഇല്ലേലും വണ്ടി എങ്ങനെ ഓടും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ താമസിക്കാതെ വരും. നമ്മുടെ വണ്ടിയുടെ മിക്ക കാറിന്റെ മേളിൽ സോളാർ പാനൽ ആയിരിക്കും. ഇതൊന്നും വേണ്ട, സൂര്യനെ കിട്ടിയാൽ മതി. അധികം താമസിക്കാതെ മേ ബി വർഷങ്ങൾക്കുള്ളിൽ അതിറങ്ങും. അപ്പൊ ഒരു പ്രശ്നം വരുമ്പോൾ അടുത്ത പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, സൊല്യൂഷൻ കണ്ടെത്താൻ നടക്കുന്നൊരു ലോകം. പക്ഷേ ഇതെല്ലാം കണ്ടുപിടിക്കുമ്പോഴും മനുഷ്യന്റെ ഉള്ളിൽ എല്ലാം കഴിഞ്ഞ് അവസാനം വരുമ്പോഴും ഇൻസൈഡ് ഉള്ളിൽ ഒരു ശൂന്യത എല്ലാവരും അനുഭവിക്കാം. അപ്പൊ മനുഷ്യൻ കണ്ടുപിടിക്കുന്ന സൊല്യൂഷൻസുകൾ ഉണ്ട്, നല്ലതാണ്. പക്ഷേ ആത്മീയമായ സ്പിരിച്വൽ പ്രോബ്ലങ്ങളെ, ആത്മീയമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് പരിധിയുണ്ട്. അവന്റെ ഉള്ളത്തെ വേണമെങ്കിൽ ഒരു 5 മിനിറ്റ്, 10 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂർ ഒന്ന് സന്തോഷിപ്പിച്ച് വേണേ വിടാം. പക്ഷെ അത് കഴിഞ്ഞും വീണ്ടും അവന്റെ ഉള്ളിൽ ശൂന്യത അനുഭവിക്കും. അവന്റെ ആ സ്പിരിച്വൽ പ്രോബ്ലത്തെ പരിഹരിക്കാൻ മനുഷ്യന് സാധിക്കും. അതുകൊണ്ടാണ് നല്ലൊരു ശതമാനം മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഡീപ് ക്രൈ, വെളിയിൽ കണ്ണിക്കൂടെ കണ്ണുനീര് വന്നില്ലേലും ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു കരച്ചിലുണ്ട്. ആരെന്നെ വിടിവിക്കുക ആ വിഷയത്തിൽ ഞാൻ അനുഭവിക്കുന്ന എന്റെ മാനസികാവസ്ഥ, എന്റെ ലൈഫിൽ ഒരു മാറ്റം ചെയ്യാൻ പറ്റുമോ? യഥാർത്ഥ ഫ്രീഡം എനിക്ക് എന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുമോ?
പ്രസന്റ് ആണ് ഏത് മനുഷ്യനും അനുഭവിക്കുന്ന അനുഭവം. അതിൽ ഏറ്റവും കൂടുതൽ സയന്റിഫിക്കലി പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു 39-40 വയസ്സിനും 50 വയസ്സിനും ഏത് മനുഷ്യന്റെ മിഡിൽ ഏജ് ആണ്. ഈ ഏജ് കയറുമ്പോൾ മനുഷ്യൻ അസാധാരണമായി അസ്വസ്ഥപ്പെടുന്ന കാലം. അത് ഉന്നത സ്റ്റാർ ലെവലിൽ നിൽക്കുന്നവനും കോടികൾ ബാങ്കിലുള്ളവനും ബിസിനസ് സാമ്രാജ്യം കൊണ്ട് അമ്മാനമാടുന്നവനും ഈ 40-നും 50-നും ഇടയ്ക്കുള്ള വയസ്സിൽ അല്ലെങ്കിൽ 55-നും ഇടയ്ക്കിന്റെ അകത്ത് നിരാശ കയറും, ശൂന്യത അനുഭവിക്കും. അവനെ തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം അവന്റെ ഏജ് ചേഞ്ച്, ഹോർമോൺ എല്ലാം ചേഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് നിൽക്കുമ്പോ ബൈബിൾ ഒരു ഗുഡ് ന്യൂസ് വിളിച്ചു പറയുക. ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. സീസൺ കൊണ്ടോ കാലാവസ്ഥ കൊണ്ടോ സാഹചര്യം കൊണ്ടോ മനുഷ്യന്റെ ലിമിറ്റേഷനെ കൊണ്ടോ ഒതുങ്ങാത്ത, കംപ്ലീറ്റ്ലി ഏത് പ്രശ്നത്തിന്റെ മധ്യത്തിലോ ഏത് നാച്ചുറൽ ലോയ്ക്കും അപ്പോഴും നിന്നെ രക്ഷിപ്പാൻ കഴിവുള്ള കരുത്തുറ്റ ഒരു ദൈവമുണ്ട്. ബൈബിൾ പ്രസന്റ് ചെയ്യുന്ന സേവ്യർ, രക്ഷകൻ നമ്മുടെ യേശു കർത്താവ് ഏതെങ്കിലും കുറച്ച് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നല്ല, ഏതെങ്കിലും കുറച്ച് വിഷയം പ്രോബ്ലംസ് ഫിക്സ് ചെയ്ത് സെറ്റാക്കാമെന്ന് പറയുന്നതല്ല. പകരം നമ്മൾ വായിച്ച വചനപ്രകാരം പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനായ ദൈവമാണ്. എന്നിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആരെ ആരാധിക്കുന്നേ? അത് എബ്രായർ പറയാം, നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ വന്നെങ്കിൽ ദൈവം ഉണ്ടെന്നും അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. നമ്മുടെ ഉള്ളിൽ ഇത് അകത്തോട്ട് കയറണം. നമ്മൾ ആരെ വിശ്വസിക്കും, നമ്മൾ ആരെ ആരാധിക്കുന്നത്, അപ്പോൾ ആ മഹത്വം നമുക്ക് മനസ്സിലാവുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം പരിധിയില്ലാത്ത ദൈവമാണ്. നാച്ചുറൽ നിയമങ്ങൾക്കോ മനുഷ്യന്റെ വാക്കുകൾക്കോ സാഹചര്യങ്ങൾക്കോ അപ്പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്നവനാണ് നമ്മുടെ ദൈവം. ഒരു രക്ഷകനാണ്. അതാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. കംപ്ലീറ്റ്ലി സേവ് ചെയ്യാൻ പറ്റുന്നത്. ഇച്ചിരി അല്ല, ഏതെങ്കിലും കുറച്ച് വിഷയത്തെ ഫിക്സ് ചെയ്യല, കംപ്ലീറ്റ്ലി. നമ്മൾ വായിച്ചത് എബ്രായർ 7:25 തിരുവചനമാണ്. എബ്രായ ലേഖനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി ശ്രദ്ധിച്ചു. അപ്പോസ്തലനായ പൗലോസ് എബ്രായ കമ്മ്യൂണിറ്റിയിലുള്ള എബ്രായ വിശ്വാസ സമൂഹത്തിന് ഈ ലേഖനം എഴുതാൻ ഒരു കാരണമുണ്ട്. യേശുവിലേക്ക് വന്ന ഹീബ്രു ഭാഷയിലുള്ള എബ്രായ വിശ്വാസികൾ അവരുടെ വിശ്വാസ ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞ് സ്നാനപ്പെട്ട് യാത്ര തുടങ്ങിയപ്പോൾ, അന്നത്തെ കാലമാണല്ലോ, ആ മതത്തിനെതിരെ നിന്ന് ഒത്തിരി പീഡനങ്ങൾ ഉണ്ടായി. എബ്രായ വിശ്വാസികൾക്ക് എന്തുണ്ടായി? അതിശക്തമായ പീഡനം. ആരാധനയ്ക്ക് പോകുന്നതിന്റെ പേരിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിന് പേരിൽ, യേശു കർത്താവിനെ ആരാധിക്കുന്നതിന്റെ പേരിൽ അവരായിരുന്ന സമൂഹത്തിൽ നിന്ന് ശക്തമേറിയ പീഡനങ്ങൾ ഉണ്ടായി. അതിന്റെ ഫലം എന്തോ സംഭവിച്ചെന്നറിയാമോ? കുറെ പേർക്ക്, കുറെ വിശ്വാസികൾക്ക് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുമാറി പിന്മാറാൻ തുടങ്ങി. അവർ ചിന്തിച്ച് സ്മൂത്തായിട്ട് പോകുന്നു വിചാരിച്ചു. യേശുവിനെ അറിഞ്ഞ് സന്തോഷത്തോടെ. പക്ഷെ നിന്നെയും പരിഹാസവും ചെറിയ പീഡനങ്ങളും ഒക്കെ വന്നപ്പോ യേശു ക്രിസ്തുവിനുള്ള ഏകാഗ്രത വിട്ടുമാറി. എന്നിട്ട് യേശുവിനേക്കാൾ അപ്പുറം മറ്റവരെയും കൂടെ ഒന്ന് സന്തോഷിപ്പാനായിട്ട് ദൂതന്മാർക്കും അവിടുത്തെ യാഗങ്ങൾക്കും യഹൂദ പാരമ്പര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ തുടങ്ങി. അപ്പൊ ശ്രദ്ധിച്ചോണം, കർത്താവുമായിട്ടുള്ള ഏകാഗ്രതയ്ക്ക് വിളിച്ചതാ. ആ ഏകാഗ്രത ഹൃദയത്തിൽ നിന്ന് മാറിയിട്ട് ആ മറ്റേടുത്ത് എവിടെയായിരുന്നു ആ പാരമ്പര്യങ്ങൾ, ആ യാഗങ്ങളും ആ അനുഭവങ്ങളിലേക്ക് മാറി. നല്ല പാരമ്പര്യങ്ങളുണ്ട്, പക്ഷെ കർത്താവിന്റെ ആത്മീയ വളർച്ചയിലേക്ക് വിടാതെ, ക്രിസ്തുവിൽ നമ്മെ വളരാതെ നമ്മുടെ മേൽ പകർന്ന തീയെ കെടുത്തുന്ന ചില പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം നമുക്ക് വേണ്ട. നല്ല യഹൂദന് നല്ലൊരു പാരമ്പര്യമുണ്ട്. ഒരാൾ വന്നാൽ എന്ത് ചെയ്യും? അവന് ആഹാരം കൊടുക്കാതെ വീട്ടിൽ നിന്ന് വിടത്തില്ല. അത് നമ്മൾക്കുണ്ട്. നമ്മൾ എത്ര വന്നാലും, ഞാൻ തന്നെ നമ്മളറിയില്ല, എത്ര ഫുഡ് കഴിച്ചിട്ട് വന്നാലും ഏതെങ്കിലും പാസ്റ്ററെ വീട്ടിൽ നിന്ന് കഴിക്കും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെങ്കിലും കഴിക്കാതെ പോലും ഞങ്ങൾക്ക് വിഷമമാണ്. കാരണം അവർക്കൊരു ആതിഥ്യം മര്യാദ. കാരണം ഒരു വെള്ളം, അറ്റ്ലീസ്റ്റ് ഒരു നാരങ്ങ വെള്ളമെങ്കിലും കുടിക്കുക, ഫുഡ് കഴിക്കണ്ട. അപ്പൊ എന്താണ് ആ ഒരു ആതിഥ്യം മര്യാദ? അവർക്ക് ആ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാതെ പോയ വിഷമോ?
കൊരിന്ത്യർ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 11 അധ്യായം 2-3 വാക്യം ഞാനത് വായിക്കാം. കിട്ടിയെങ്കിൽ വായിച്ചോ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനായി നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ. അപ്പോസ്തലനായ പൗലോസ് പറയാ, ഒരു എരിവോട് ഞാൻ എരിയ. നിങ്ങൾ രക്ഷിക്കപ്പെടുവാന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഓരോ വിശ്വാസിയും യേശു എന്ന ഏക പുരുഷന് നാം ഓരോരുത്തരും നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. നമ്മുടെ കല്യാണത്തിന്റെ എൻഗേജ്മെന്റിന്റെ കാര്യമല്ല പറഞ്ഞത്, ആത്മാവിലൊരു എൻഗേജ്മെന്റ് നടന്നേക്കും. നമ്മുടെ അടുത്തിരിക്കുന്നവരോട് പറ, പിള്ളേർക്കും പറയാം, പ്രശ്നമല്ല കേട്ടോ. എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് പറ ആത്മാവിൽ. എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ആമേൻ. ആരുവാ? ക്രിസ്തു എന്ന ഏക പുരുഷൻ. അപ്പൊ നമ്മുടെ ക്രിസ്ത്യ ജീവിതം, നമ്മുടെ ജീവിതം ഒന്ന് പറഞ്ഞു, നമ്മൾ വെറുതെ ഒന്ന് സൺഡേ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ വന്ന് കൈകൊട്ടി പാടി ഒരു വചനം കേട്ട് പോകുന്ന ലൈഫ് അല്ല ഈ ലൈഫ്. ഒരു പവിത്രമായ വിവാഹ ജീവിതത്തിലേക്ക് ഒരാണും പെണ്ണും കേറുന്നത് പോലെ തന്നെയാണ് ക്രിസ്തു എന്ന ആ ഏക പുരുഷനുമായി ഒരു നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. എപ്പോ? യേശുവേ, നീയാണ് എന്റെ കർത്താവ്, നിന്നെ ഞാൻ കർത്താവിന്റെ രക്ഷിതമായി സ്വീകരിക്കുന്നു, നീയാണ് എന്റെ ഉടയവൻ, എന്റെ ജീവിതം, ഇനിയുള്ള ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുത്തൻ രക്ഷിക്കപ്പെടുമ്പോ സംഭവിക്കുന്നത് അവനൊരു നിശ്ചയം വരികയാണ്. അപ്പൊ യേശുവിനെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു മതത്തിന്റെ വാക്കുകളല്ല, എന്തെങ്കിലും ചടങ്ങല്ല. ഇനിയാണ് ദൈവത്തിന്റെ എരിവോട്. ഇനി അടുത്ത വാക്കാണ് ഈ പറഞ്ഞ എബ്രായ ലേഖനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം വരും. ഒന്ന് വായിച്ചേ. എന്നാൽ സർപ്പം ഹവ്വായെ. കണ്ടോ? എന്നാൽ ഇനി ഉൽപ്പത്തിയിലേക്ക് വരിക. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഇപ്പൊ ഭയപ്പെടുന്നു. നിങ്ങളുടെ വിവാദിച്ചാൽ കഴിഞ്ഞു യേശുവായിട്ടുള്ള ജീവിതം. ഒരു മണവാളൻ. അപ്പൊ അന്നത്തെ കാലത്ത് മണവാളനാണ് വന്ന് എന്ത് ചെയ്യുന്നത്? മണവാട്ടിയുടെ അടുത്ത് ഒന്ന് വിവാഹം കഴിച്ചോണ്ട് പോകുന്നത്. നിശ്ചയം കഴിഞ്ഞാൽ മണവാളൻ ഈ വരും, മണവാട് വീട്ടിൽ വരും. അവിടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അവിടുന്ന് അവളെ കൊണ്ടുപോകും എന്ന് പറയുന്ന പോലെ നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മുടെ ആത്മമണവാനായ കർത്താവിന്റെ വരവ്, അല്ലെങ്കിൽ അവന്റെ സന്നിധിയിൽ എത്തുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം. എല്ലാവരും ശ്രദ്ധിച്ചേ. ഉദാഹരണം പറയും. എന്താ? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്. സർപ്പം ആരെ ചതിച്ചു? എങ്ങനെ ചതിച്ചെന്നറിയാം? ഡയറക്റ്റ് ഒന്ന് ചതിച്ചത് ഹവ്വ രക്ഷപ്പെട്ടു. എങ്ങനെ ചതിച്ചു? ഉപായത്തിൽ ചതിച്ചു. ദൈവം എല്ലാം വെച്ച് അനുഗ്രഹിച്ച് ഏദൻ തോട്ടത്തിൽ വാഴാൻ പറഞ്ഞു, കഴിക്കാൻ നല്ല ഫലങ്ങൾ തന്ന്, അതിനെ നനയ്ക്കാൻ അവർ പോലും നനയ്ക്കണ്ട. ഹല്ലേലൂയ. തോട്ടം നനയ്ക്കാൻ ഹല്ലേലൂയ നദികൾ പുറപ്പെട്ടു. പിന്നെ 4 ശാഖകളായി പിരിഞ്ഞ് ഏറ്റവും സമൃദ്ധമായിട്ട് വെച്ചിട്ട് പിശാച് അനുസരണക്ക് സാത്താൻ ഉപായം ചരിച്ചു. ദൈവം ഭക്ഷിക്കരുത് നോ എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഇവൻ പറയാം അത് നോ എന്ന് പറയാൻ കാരണം എന്താ അറിയാമോ? നിങ്ങൾ കഴിച്ച ആരെ പോലാവും? അത് ആത്മീയമാണ്, ദൈവത്തെ പോലാവും. ഉപായത്തിൽ ചതിച്ചു കളഞ്ഞു. നേരെ വന്ന് കഴിക്കുന്ന പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഹവ്വ കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ പല കാര്യം പറഞ്ഞു ഉപായത്തിൽ ചതിച്ചു. അങ്ങനെ ചതിച്ചപ്പോ അതേപോലെ ശ്രദ്ധിക്കണം. ഏതുപോലെ? സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, മൈൻഡ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇപ്പൊ ഞാൻ ഭയപ്പെടുന്നു. മറ്റേ എരിവോടെ നിങ്ങളെ കർത്താവുമായിട്ട് അടുപ്പിച്ചതാ ഞാൻ. ഇപ്പൊ മാറി നോക്കുമ്പോ എനിക്ക് പേടി. നിങ്ങളുടെ മനസ്സ് വഷളായി പോകും, ആ സിംപ്ലിസിറ്റി പോകുന്നു, കർത്താവുമായിട്ടുള്ള റിലേഷൻ കട്ടാകുന്നു. കാരണം ചിലത് നിന്റെ ജീവിതത്തിലേക്ക് വന്നു കയറുമ്പോ ദൈവമായിട്ടുള്ള ബന്ധമാണ് അവസാനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് തന്നെയാണ് യഹൂദജനത്തിന്, എബ്രായ വിശ്വാസികൾക്ക് പറ്റിയത്. അല്പം പീഡനം വന്നപ്പോ ക്രിസ്തുവിനുള്ള ഏകാഗ്രത വിട്ടു. മറ്റു പലതിനും പ്രാധാന്യം കൊടുത്തു. പ്രാധാന്യം കൊടുപ്പോ റിലേഷൻ കട്ടാകുന്നു. അപ്പൊ നമ്മൾ ആലോചിച്ചു, ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണിനും വിവാഹ നിശ്ചയം കഴിഞ്ഞാണെന്നുള്ള ബോധമില്ലാതെ നടന്ന മര്യാദക്കുള്ളവൻ ആരെങ്കിലും കല്യാണം നടത്തി കൊടുക്കും?
ഒരു ബന്ധവുമില്ല, വിളിയില്ല, പറച്ചില്ല, ഒരു ബന്ധവുമില്ല, അതിനോട്ട് യാതൊരു ബന്ധവുമില്ല. മൈൻഡ് മാറി കിടന്നാൽ നടക്കുന്നല്ലേ? മനുഷ്യനാന്ന് നടത്തത്തില്ല, നടത്താൻ പാടുമില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ റിലേഷൻ വന്നേക്കാണ്. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. റിലേഷൻ ലൈഫാണ്. 1 കൊരിന്ത്യർ 1 കിടപ്പുണ്ട്. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. വിളി എന്തിനാ? കൂട്ടായ്മയിലേക്കാ വിളി. ആദ്യം ഏത് കൂട്ടായ്മ അറിയാം? നമ്മുടെ ചർച്ച കൂട്ടായ്മയല്ല. ആദ്യ കൂട്ടായ്മ കർത്താവുമായിട്ട കൂട്ടായ്മ. ആ കൂട്ടം ഒന്നിച്ച് വന്ന് വളരാനാണ് ഈ ചർച്ച് ഫെലോഷിപ്പ്. അപ്പൊ അങ്ങനെ ഇനി ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മുടെ ജീവിതം ഇതൊന്ന് പരിശോധിക്കണം. ക്രിസ്തുമായിട്ടുള്ള സിംപ്ലിസിറ്റി വിട്ടുപോയോ? ആ ഏകാത മനസ്സ് വിട്ടുപോയോ? പൗലോസ് പേടിക്കുക, ഇതുപോലെ ചതിച്ചതുപോലെ. ആ ചതിയുടെ കുഴപ്പമെന്താ പറ്റിയെന്നറിയോ? ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. ഏദൻ തോട്ടത്തിൽ നിന്ന് ആ ഫെലോഷിപ്പ് ദൈവമായിട്ട് കട്ടായി. അങ്ങനെ മരണം, ഈ സ്പിരിച്വൽ ഡെത്ത്, ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധമില്ല. അല്ല, ഹവ്വ മരിച്ചെന്നല്ല. ഹവ്വ മരിച്ചില്ല, പിന്നെ മരിച്ചു. എന്തുണ്ടായി? ദൈവമായിട്ടുള്ള കണക്ഷൻ കട്ടായി. ആ കണക്ഷൻ കട്ടിനാണ് സ്പിരിച്വൽ ഡെത്ത്, ആത്മീയ മരണം എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്നിച്ചിരിക്കുമ്പോ ജീവനാണ്. അതിനാണ് ദൈവം നമ്മെ വിളിച്ചത്. അപ്പൊ ആ മനസ്സോടിരിക്കുമ്പോ ആ ജീവൻ പ്രാപിക്കുകയാണ്. കർത്താവിൽ നിന്നാണ് നമ്മൾ പ്രാപിക്കുന്നത്. ആ ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. വിവാഹ നിശ്ചയം വന്നിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം ഉണ്ട്. അത് നടക്കും. അതിനെ കാത്തിരിക്കുന്നവരാ നാം ഓരോരുത്തരും. ഈ പ്രത്യാശയിലാണ് ക്രിസ്തീയ ജീവിതം നമ്മൾ ജീവിക്കേണ്ടത്. ഇന്നല്ല നാളെ എന്റെ കർത്താവ് വരും. ആ കർത്താവൊത്ത് ഞാൻ ഒരുങ്ങി ജീവിക്കാം. ഇനി അതല്ല കർത്താവ് വരെ താമസിക്കാൻ എന്റെ മരണമാ ആദ്യം സംഭവിക്കുന്നെങ്കിൽ അങ്ങ് കർത്താവൊത്ത് ഞാൻ വാഴൂ. എന്നെ പ്രത്യാശയുടെ ജീവിതം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഈ ബോധത്തിൽ നമ്മൾ ഡെയിലി ജീവിക്കണം. ഞാൻ അത് വലിയ വിഷയമാണ്. അതിലേക്ക് പോയ ഈ മെസ്സേജിലേക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഹൃദയം മാറിപ്പോയവരെ തിരിച്ചവരുടെ മനസ്സ് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് പൗലോസ് ഈ എബ്രായ ലേഖനം എന്ത് ചെയ്യുന്നത്? അവർക്ക് തെറ്റ് തിരുത്തി വീണ്ടും ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ. നമ്മൾ വായിച്ച വചനത്തിന്റെ മർമ്മം ഇതാണ്. ഇസ്രായേൽ മക്കള്, ദൈവത്തിന്റെ ജനം, അബ്രഹാമിന്റെ സന്തതി പരമ്പരകള് പാപം ചെയ്ത്, അവരുടെ ആദ്യകാലം മുതൽ പാപം ചെയ്ത് ദൈവമായിട്ടുള്ള ബന്ധം തകർന്നു. ആ പരിഹാരം ഉണ്ടാവാൻ, ദൈവത്തോട് അടുക്കാൻ ദൈവം യാഗങ്ങളെ വെച്ചു. ആടിന്റെയോ മൃഗത്തിന്റെയോ പശുവിന്റെയോ ഒക്കെ എന്ത് ചെയ്തു? കാളക്കുട്ടിയുടെ യാഗം കഴിച്ച് ആ രക്തമായിട്ട് ദൈവസന്നിധി ചെന്ന് നിന്റെ പാപം മോചിക്കപ്പെടുന്നു എന്നുള്ള ആ ഒരു അനുഭവത്തിൽ യാഗങ്ങൾ വെച്ചു കൊടുത്തു. അങ്ങനെയെങ്കിൽ അവന്റെ മനസ്സ് വന്ന് ദൈവത്തേക്ക് അടുത്ത് വരട്ടെ. പക്ഷെ സംഭവിച്ചത്, അവരെ ദൈവത്തോട് അടുക്കാൻ, ആ പാപങ്ങളുടെ പരിഹാരത്തിനായി യാഗം ദൈവം അനുവദിച്ചെങ്കിലും രണ്ടും നടന്നു. യാഗവും നടന്നു, പാപവും പെരുകി. അവർ മനഃപൂർവ്വം വീണ്ടും പാപം ചെയ്യാൻ തുടങ്ങി. അവർക്ക് രൂപമുണ്ട്, വീണ്ടും യാഗവസ്തു അർപ്പിച്ചാൽ മതിയല്ലോ. വീണ്ടും പാപം ചെയ്യുന്നു, യാഗവസ്തു അർപ്പിക്കുന്നു. അപ്പൊ രണ്ടും പെരുകി, പാപവും പെരുകി, യാഗവും തകൃതി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് പരിഹാരമാണ് ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഒരിക്കലായി എന്നേക്കുമായി ഒരു പരമയാഗമായി ഈ ഭൂമിയിലേക്ക് അയച്ചത്. കാരണം പഴയ നിയമത്തിൽ യാഗം അർപ്പിക്കുമ്പോൾ ഒരു പുരോഹിതനുണ്ട്. ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിൽ നിൽക്കുന്നതാണ് പുരോഹിതൻ. അവിടുത്തെ പുരോഹിതന്മാരുടെ പ്രത്യേകത, അന്നത്തെ പുരോഹിത പ്രത്യേകത, ഒന്ന് ജനത്തിനു വേണ്ടിയും പാപപരിഹാരം അർപ്പിക്കണം, താനും ബലഹീനായതുകൊണ്ട് തനിക്ക് വേണ്ടിയും യാഗം അർപ്പിക്കണം. രണ്ടുമുണ്ട്. തനിക്ക് വേണ്ടി ഇറക്കണം, താൻ പൂർണ്ണനല്ല. തനിക്ക് വേണ്ടി യാഗം കഴിക്കണം, ഈ ജനത്തിനു വേണ്ടി ദൈവസന്നിധി യാഗം. അങ്ങനെ ഇരിക്കുമ്പോ ആണ് യേശു കർത്താവ് വരുന്നത്. നമ്മൾ വായിച്ച എബ്രായർ 7 ഒരു മഹാ ഗ്രേറ്റർ ഹൈ പ്രീസ്റ്റ്, ഒരു മഹാപുരോഹിതനെ, ശ്രേഷ്ഠ മഹാപുരോഹിതനെ പരിചയപ്പെടുത്തുകയാണ്. ഈ ലോകത്തിലെ പുരോഹിതന്മാരുടെ പ്രത്യേകത നമ്മൾ വായിക്കുമ്പോ, എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം
ആദ്യം 4:14 വായിച്ച്, എന്നിട്ട് 5:5 തുടക്കം മുതൽ. എബ്രായർ 4:14 വേഗത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പൊ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് യാഗമായി ചെല്ലുന്നത് പോലെ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു കർത്താവ് ആകാശത്തിൽ കൂടെ കടന്നുപോയി. എന്നിട്ട് വായിച്ചു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ യേശു കർത്താവ് നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവൻ അല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനെ അടുത്തു ചെല്ലുക. ഇപ്പൊ നമുക്ക് യേശു കർത്താവ് മുഖാന്തരം പിതാവിന്റെ സന്നിധി ചെല്ലാം. നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. അതുകൊണ്ട് നീ മുറുകെ പിടിക്കുക. താഴോട്ട് വായിച്ചോ. 5:1. മനുഷ്യരുടെ ഇടയിൽ നിന്നും എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. കേട്ടോ, മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരാണ് മഹാപുരോഹിതന്മാർ, ദൈവത്തിനും മനുഷ്യന്റെ ഇടയിൽ യാഗം അർപ്പിക്കാൻ. അടുത്തത് 2. താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോട് വഴിതെറ്റി പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു. കേട്ടോ, തനിക്ക് വേണ്ടിയും എന്ത് ചെയ്യണം? പാപയാഗം അർപ്പിക്കുന്ന. ഇനി 4-ാം വാക്യം. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവൻ അല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അന്നത്തെ കാലത്ത് സ്വതവേ ആർക്കും പുരോഹിതനാകാൻ പറ്റില്ല. അഹരോന് പാരമ്പര്യം പോലെ, ലേവി ഗോത്രം പോലെ ആ ദൈവത്താൽ വിളിക്കപ്പെടുന്നവർ മാത്രമാണ് ആ സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുമ്പോൾ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിചയപ്പെടുത്തുകയാണ് നമുക്കുള്ള ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അതാരാന്നറിയാമോ? യേശു കർത്താവ്. ഇനി 11 വായിച്ച് 7:11 അതിന്റെ തുടക്കം തൊട്ട് വിശദീകരിക്കുന്നതാണ്. പക്ഷെ ഇന്നിപ്പോ ടൈം എടുക്കുന്നില്ല. 7:11 ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണ വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനൻ ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? അപ്പൊ ശ്രദ്ധിച്ചേ, അന്നത്തെ കാലത്ത് ലേവി ഗോത്രത്തിന് അഹരോന്റെ പാരമ്പര്യത്തിനാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? പൗരോഹിത്യം കൊടുക്കുന്നത്. അവരാണ് ആവേണ്ടത്. പക്ഷെ ഇവിടെ പറയുന്നു, നമ്മുടെ യേശുവിനെ കുറിച്ച് പറയുന്നു, അഹരോനിന്റെ പൗരത്വത്തിലുള്ള മഹാപുരോഹിതനല്ല, പകരം ഏതിന്റെ ക്രമപ്രകാരം ഉള്ളതാ? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു മഹാപുരോഹിതൻ. ലോകപ്രകാരം ലേവി ഗോത്രത്തിൽ നിന്നല്ല. കാരണം യേശു ജനിച്ചത് എവിടെതാ? ഏത് ഗോത്രമാ? യഹൂദ ഗോത്രം. അപ്പൊ ലേവി ഗോത്രം അല്ല, യഹൂദ ഗോത്രം. പക്ഷെ ഇവിടെ പറയുന്നു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു മഹാപുരോഹിതൻ നമ്മുടെ യേശു കർത്താവ്. അത് പഴയ നിയമത്തിൽ കാണാം. ഉൽപ്പത്തി 14 കിടപ്പുണ്ട്. ഇതിന്റെ 7:1 തൊട്ട് നമുക്ക് കാണാം. കാരണം അബ്രഹാം യുദ്ധം ജയിച്ചു വന്നപ്പോൾ അവനെ എതിരേറ്റ ശാലോം രാജാവായ മഹാപുരോഹിതനായ മൽക്കീസദേക്ക് അവിടെ പെട്ടെന്ന് ഒരാളെ കാണുകയാണ്. ലേവി പാരമ്പര്യത്തിൽ ആ പേര് കേട്ടിട്ടില്ല. ദൈവം റിസർവ് ചെയ്ത വർഷങ്ങൾക്ക് മുമ്പേ ഇവരൊക്കെ ഇത് കേൾക്കുന്നു. ലേവി പൗരോഹിത്യം വരുന്നതിന് 600 പരം വർഷങ്ങൾക്ക് മുമ്പേ ദൈവം മാറ്റിവെച്ച മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം. അബ്രഹാം ജയിച്ചു വന്നപ്പോൾ അവനെ എതിരേറ്റു. അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? തനിക്കുള്ളതിൽ നിന്നെല്ലാം 10% ഈ പുരോഹിതന് കൊടുത്തു. അവൻ അനുഗ്രഹിച്ചു. അന്ന് തുടങ്ങിയതാ കർത്താവിനായി ദൈവവേലയ്ക്ക് കൊടുക്കുന്നതും പുരോഹിതൻ ദൈവദാസൻ അനുഗ്രഹിക്കുന്നതും. അപ്പൊ അവിടുന്ന് പറയുകയാണ്, ഈ നമുക്കുള്ള മഹാപുരോഹിതൻ യേശുവിനെ കുറിച്ച് പറയാ, അവൻ സ്പെഷ്യലാണെന്ന്. ലേവി ഗോത്രത്തിലെ അഹരോന്റെ പൗരോഹിത്യത്തിൽ നിന്ന് വന്നതല്ല. അന്ന് അബ്രഹാം വർഷങ്ങൾക്ക് മുമ്പേ പെട്ടെന്നൊരു സംഭവം കേട്ടില്ലേ? ശാലോം രാജാവ് മൽക്കീസദേക്ക് എന്ന് പറയുന്ന പോലെ നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി അതിന്റെ 23-ാമത്തെ വാക്യം വായിച്ചേ. മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാർ ആയിത്തീരുന്നവർ അനേകർ ആകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ അറിയാമോ? പുരോഹിതന്മാർ അനവധിയുണ്ട്. പക്ഷെ അവർക്ക് എന്നും തുടരാൻ പറ്റത്തില്ല. മരണം വരുമ്പോ അവരുടെ കഴിഞ്ഞു. ഇനി 24. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. എന്നാൽ യേശുവോ എന്നെന്നും
ജീവിച്ചിരിക്കുന്ന കൊണ്ട് അവിടുത്തെ പൗരോഹിത്യം ശാശ്വതമാണ്. ഇനി പറ, യേശുവിലേക്ക് വരിക. മറ്റേ പൗരോഹിതനായാൽ അവന്റെ മരണം കഴിയുമ്പോൾ തീരും. പക്ഷെ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇന്നും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് മാറാത്ത മഹാപൗരോഹിത്യം. അപ്പൊ നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാന്നറിയാലോ? മഹാപുരോഹിതൻ. ഇന്നും മറ്റേതെല്ലാം മാറി, മറ്റേതെല്ലാം മാറി. ഒരു പുതിയ പൗരോഹിത്യം വന്നിരിക്കുകയാണ്. യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് ഒരാൾ ഹല്ലേലൂയ വസ്ത്രം കീറി. അന്ന് ക്രൂശീകരണം നടന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ യേശുവിന്റെ മരണത്തിന്റെ ആ സമയത്ത് ദേവാലയത്തിന്റെ തിരശീല താര തൊട്ടെന്നല്ല, മേല് തൊട്ട് താര വരെ കീറി. ഹല്ലേലൂയ യോഹന്നാൻ കൊണ്ട് ആ പൗരോഹിത്യം അവസാനിപ്പിച്ച് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മുടെ യേശു കർത്താവ്. മറ്റേതെല്ലാം മരണം കൊണ്ട് മാറിപ്പോകും. അവർക്കെല്ലാം പാപങ്ങൾക്ക് വേണ്ടി സ്വയം യാഗം അർപ്പിക്കണം. പക്ഷെ നമ്മുടെ മഹാപുരോഹിതനോ 27 എന്ന് വായിച്ച 27 ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ഹല്ലേലൂയ. ഞാനത് 27 വാക്യം ഇംഗ്ലീഷിന്റെ NIVയുടെ മലയാളത്തിൽ വായിക്കുമ്പോൾ മനോഹരമായ വാക്ക് കിടപ്പുണ്ട്. അവിടുന്ന് മറ്റുള്ള മഹാപുരോഹിതന്മാരിൽ നിന്നും വിസ്തൃതനാണ്. ആര്? യേശു കർത്താവ്. ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും ദിവസം തോറും യാഗം കഴിക്കേണ്ട ആവശ്യം അവിടുത്തേക്കില്ല. സ്വയം യാഗമായി തീർന്നത് കൊണ്ട് അവിടുന്ന് ജനത്തിന്റെ പാപപരിഹാരത്തിനായി എന്നേക്കും നിവർത്തിച്ചല്ലോ. ഒരിക്കലായി എന്നേക്കുമായി ജനത്തിന്റെ പാപപരിഹാരത്തിനായി കഴിഞ്ഞ നാളുകളിൽ നാം ചെയ്തു കൂട്ടിയ പാപത്തിന്, ഈ ദിവസങ്ങളിൽ നാം കടന്നു പോകുന്ന പാപത്തിനും വരാൻ പോകുന്ന പാപത്തിനും കൂടെ ഒരിക്കലായി എന്നേക്കുമായി യേശു കാൽവറിയിൽ യാഗമായി. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. നമ്മൾ ഒന്നിച്ചെന്ന് ചേർത്ത് വായിച്ച വിശുദ്ധ ബൈബിളിലെ റോമർ 8:34 തിരുവചനം എന്ത് പറയുന്നത് അറിയാമോ? റോമർ 8:34 യേശു ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. റോമർ 8:34 പറയുന്നു, ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിൽ. അതുകൊണ്ടാണ് ഇനി 7:25 വായിക്കണം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. ഒരു മിനിറ്റ് നിൽക്കണേ. ആര് മുഖാന്തരം? ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ഒരിക്കലായി എന്നേക്കും യാഗം കഴിപ്പിച്ച യേശു കർത്താവ് മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ. റോമർ 8:34 പറഞ്ഞ പോലെ ഇന്നും ജീവിക്കുന്നു. ഉറക്കെ പറ, ഇന്നും ജീവിക്കുന്നു. മറ്റതെല്ലാം മരണം കൊണ്ട് തീർന്നു. ഒരു പുതിയ പൗരോഹിത്യം വിളിച്ചു. മറ്റേ ലേവി അഹരോന്റെ ക്രമത്തിൽ നിന്നാണ്, ആ കൂറിൽ നിന്നാണ്. അത് മാറ്റി മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം സങ്കീർത്തനം 110 കിടപ്പുണ്ട് വാക്യത്തിൽ പുതിയൊരു പൗരോഹിത്യം സ്ഥാപിച്ചു. അതെന്റെ യേശു കർത്താവാണ്. ഇന്നും ജീവിക്കുന്നു, ഇന്നും പക്ഷപാതം ചെയ്യുന്നു. പുരോഹിതൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെയും ജനത്തിന്റെയും മധ്യത്തിൽ നിൽക്കുന്നു. ഇപ്പോൾ ആരാന്നറിയാമോ? അത് കേറി ആരാ കയറിയിരിക്കുന്നറിയാമോ? നമ്മുടെ അരുമനാഥൻ പിതാവിന്റെ വലതു ഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇനി ആരുമായിട്ട കാര്യം? അവനുമായിട്ട് അത്ര കാര്യം. അതാ നമ്മൾ വായിച്ചത്. താൻ മുഖാന്തരം ആരും ദൈവത്തെ കണ്ട് നമുക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റുന്നത് പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം. ഇന്നും എന്ത് ചെയ്യുന്നു? കർത്താവേ, അതിന്റെ അർത്ഥം എന്താ? യേശുപ്പച്ച, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ അടുത്ത് വരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. തന്നോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ താൻ ഇന്നും ജീവിക്കുന്നു. ഇന്നും ജീവിക്കുന്ന കർത്താവ് ആയതുകൊണ്ടാണ് പറയുന്നത്, അവരെ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമ്മുടെ ദൈവം ഏബിളാണ് കംപ്ലീറ്റ്ലി ഡെലിവർ ആകാൻ. ഏത് അവസ്ഥയിൽ നിന്ന് രക്ഷിപ്പാൻ
ദൈവം രക്ഷിക്കുന്ന ഒന്ന്, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഒരു മനുഷ്യന്റെ ദൈവത്തിന് രക്ഷിക്കാൻ പറ്റും. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ പാവമാണ്. പാവം വെച്ചാൽ സെപ്പറേറ്റ് us from God. ദൈവത്തിൽ നമ്മളെ അകറ്റുന്നത്, നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കുന്നത്, നമ്മുടെ നിത്യമായ മരണത്തിലേക്ക് നയിക്കുന്നത്. ഭൂമിയിലെ മരണമല്ല, നിത്യമരണത്തിലേക്ക് നയിക്കുന്നത്. ഇതെല്ലാം പാവമാണ്. നിത്യമരണത്തിൽ നമ്മൾ നയിക്കും, നമ്മുടെ സമാധാനം കളയും, ദൈവത്തിൽ നിന്ന് അകത്തും. ബൈബിൾ പറഞ്ഞ എല്ലാവരും പാപം ചെയ്തു, ദൈവദേശം നഷ്ടപ്പെട്ടു. അവിടെ നിന്ന് മനുഷ്യജാതിയെ രക്ഷിപ്പാനാണ് യേശു കർത്താവ് രക്തം ചെയ്തത്. ആ രക്തത്തിനൊരുത്തൻ വിശ്വസിക്കുമ്പോൾ ബൈബിൾ പറയുന്നു യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ രക്ഷിക്കുന്നു. അങ്ങനെ ശുദ്ധീകരിച്ച് ഒരുത്തിനെ നീതീകരിപ്പാൻ കർത്താവ് വിശ്വസ്തൻ. യേശു കർത്താവ് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മ യേശുവെ പാപിയാണെന്ന് പറയുമ്പോ നമ്മെ നീതീകരിക്കും, ജസ്റ്റിഫൈ, നമ്മെ നീതീകരിക്കും. ഇനി പാപം ഇനി എന്താ ഇനിയുള്ള ദിവസം എന്തോന്നറിയാമോ? നമ്മെ അനുദിനം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. നമ്മെ രക്ഷിപ്പാനും ദൈവത്തിന് കഴിയുമെന്ന് പറയാം. ആ രക്ഷ ആ ബൈബിളിലെ അതിന്റെ ഹീബ്രു, എബ്രായ, ഗ്രീക്ക് പദത്തിന്റെ അത്ര കംപ്ലീറ്റ്ലി നിന്നെ പൂർത്തീകരിക്കുന്ന ഒരു സംഭവം, പാക്കേജാണ്. നാം രക്ഷിക്കപ്പെട്ടു, ദൈവം നമ്മെ നീതീകരിച്ചു. ഇനി എന്തോ നടന്നുകൊണ്ടിരിക്കുക? അനുദിനം നമ്മെ ശുദ്ധീകരണം ചെയ്തുകൊണ്ടിരിക്കുക. അതിനും ദൈവം നമ്മെ വിശ്വസ്തനാണ്. ഇനിയുണ്ട്, അങ്ങ് പിതാവിന്റെ സന്നദ്ധിയിൽ അങ്ങ് നിൽക്കണം. ആ തേജസ് പ്രാപിക്കുന്ന, പൂർത്തീകരണം പ്രാപിക്കുന്ന അവിടം വരെ കൊണ്ടെത്തിക്കാൻ ഈ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. യൂദ 24 എന്ന് വായിച്ച യൂദ 24 വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ഒന്നുകൂടെ വായിച്ചോ. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവന്. അവന് കഴിയും. രക്ഷിക്കാൻ മാത്രമല്ല, നിന്നെ ശുദ്ധീകരിച്ച് പിതാവിന്റെ സന്നദ്ധിയിൽ കൊണ്ട് വിവാഹ നിശ്ചയ മാത്രമല്ല, വിവാഹ ദിവസം കൊണ്ടെത്തിക്കുന്നത് പോലെ, മണവാളിന്റെ മുമ്പിൽ മലവാട്ടി എത്തുന്നത് പോലെ നിന്നെ എത്തിക്കാൻ കഴിവുള്ള കരുത്തുറ്റൊരു ദൈവം. അതിന്റെ അർത്ഥം എന്താ? നീ ഇവിടെ പട്ടുപോകത്തില്ല, നീ ഇവിടെ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ രക്ഷിച്ചെടുത്തെങ്കിൽ അങ്ങ് പിതാവിന്റെ സന്നദ്ധിയിൽ നിർത്തുന്നത് വരെ നിന്നെ എത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവം. ഏതൊക്കെ പാപത്തിൽ നിന്ന് രക്ഷിക്കും, നിന്നെ ശാപത്തിൽ നിന്ന് രക്ഷിക്കും. നീ തകർന്നു പോയെങ്കിൽ ആ ചേറ്റു കുഴിയിൽ നിന്ന് നിന്നെ വലിച്ചു കയറ്റും. നഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തിരിച്ചു മടക്കി തരാൻ എന്റെ ദൈവത്തിന് കഴിയും. അതാ മുടിയനായ പുത്രന്റെ കഥ. എവിടൊക്കെ നഷ്ടപ്പെട്ടോ തിരിച്ചു തരാൻ ദൈവത്തിന് സാധിക്കും. നീ ഏത് തീച്ചൂളെ കിടന്നാലോ, ദൈവനാമത്തിന് വേണ്ടി കിടന്നാൽ ഇറങ്ങി തീച്ചൂളെ വന്ന് നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ അവന് കഴിയും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഏത് ബോണ്ടേജിൽ നിന്നോ, ഏത് കെട്ടിന ദൈവമായിരിക്കും, എത്ര അഡിഷൻ ആയാലും, ഏത് ഫിയർ ആയാലും, ഏത് ഞെരുക്കമാണെങ്കിലും യേശു സ്വാതന്ത്ര്യം വരുത്തിയാൽ മരണത്തിന്റെ ഭയം, ജീവിതത്തിന്റെ ഭയം, എല്ലാ ഭയങ്ങളും, എല്ലാ അഡിഷനുകളും, എല്ലാ ജനറേഷൻ കേസുകളും, എല്ലാ ഞെരുക്കുന്ന സ്പിരിറ്റിൽ നിന്നോ നിന്നെ വിടുവിപ്പാൻ യേശുവിന് കഴിയും. പൂർണ്ണമായി രക്ഷിപ്പാൻ.